നമ്മളെ കാമ്പേ കായും കാമ്പും കൂടെ കറി വെച്ചോ. അച്ഛൻ വലിയ കാമ്പന്നല്ല, വലിയ കായും തന്നെയല്ല. ഞാൻ തോരയും കായും ചേനയിലും കൂടി വെക്കാനാക്കിയിട്ടുണ്ട്. ഇത് വറവാച്ചാക്കല്ലേ? ഇതൊന്നും ഇത്രയും വലിയ കൊലല്ലേ? അത്രയും വലിയ കല്യാണം. ഒരു ഉപ്പേരിക്കുണ്ട്, ചെറിയൊരു ഉപ്പേരിക്ക്. അമ്മ എന്താ പണി എടുത്തത്? അടി ഇരിക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. കൊണ്ടുതരേ. എന്നാലും അച്ഛൻ ഇത് എങ്ങനെയാ കൊത്തിക്കൊണ്ടുവന്നത്? അതിന് അച്ഛൻ പറഞ്ഞ കാര്യമില്ലല്ലോ. വാഴന്റെ ഉള്ളിലുള്ള സാധനം കാമ്പു. എന്നാ മീൻ കൊണ്ടുവന്നിനി? അച്ഛനിതാ നിങ്ങൾക്ക് രണ്ട് വലിയ സാധനം കൊണ്ടുവച്ചിട്ട്. മീൻ മുള്ളനാട്ടി 50 രൂപ വാങ്ങിച്ചു. കാമ്പാ, ചെറിയ കാമ്പാണല്ല, ചെറിയ വാഴയായിരിക്കും. അവന് ചെറിയ കാമ്പ് കിട്ടി. അപ്പൊ നല്ല ചള്ള് കാമ്പാന്ന് കേട്ടാ. എന്നാലേ ഉപ്പേരിയാറ്റാക്കിക്കോ. അത് കായ്പ എന്താ ചെയ്യണ്ട്? ഇതൊന്നും പറ്റൂലാന്നല്ല. അങ്ങനെ പുളിശ്ശേരിയോ പുളിങ്കറിയായിട്ട് കിട്ടോ. കളയണ്ട പസം കൊണ്ടല്ലേ. അല്ലെങ്കിൽ ഞാൻ കളയോ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. നല്ല ഫ്രഷ് സാധനം തന്നെ അല്ലേ? വേറെ ഒന്നും കറിയാക്കിനാ? വേറെ തോരയും കായും വെക്കാൻ വേണ്ടി, കായും ചേനയിലും കൂടിയിട്ട് ഒരു കറി വെക്കാൻ വേണ്ടി ഞാൻ കായും ചേനയും മുറിച്ചിട്ടുണ്ട്. ഇത് മുറിച്ചോ ആദ്യം, കറിയെല്ലാം ഒപ്പം വെക്കാന്നാല്. ഇതൊരു വറവ് വെക്കല്ലേ? നോക്കുന്നാല് വറുവത്തെല്ലാം കൊണ്ട് അത് ഏതെങ്കിലും ഇട്ടാ മതി. ഇങ്ങനത്തെ പുളിങ്കറിയെല്ലാം വെക്കുന്നില്ലേ, ഇതാക്കിയാ മതി വറവ്. കാമ്പ് ഇത് വറവാക്കി കൂടെ, നല്ല ചള്ള് കാമ്പല്ലേ. അപ്പൊ നമ്മുടെ മീനും നല്ല വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ കറി വെക്കാൻ തുടങ്ങാം അല്ലേ? ആദ്യം എന്നാണ് അപ്പൊ തോര വറുത്തിട്ട് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. ചില സ്ഥലത്തൊന്നും ഈ സാധനം ഇല്ല തോന്നോട്ടാ. നമ്മളെ കണ്ണൂര് മാത്രം ഇല്ല, ചിലക്ക് അറിയുന്നതെല്ലാം പറയുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. തോര തുവരാന്നാ ശരിക്കും ഇല്ലേ, നമ്മ തോരാന്ന് പറയും. പിന്നെ നമ്മ കണ്ണൂർക്കാർക്ക് അങ്ങനെയുണ്ട് അല്ലേ ഉച്ചാരണത്തിൽ. കുറച്ച് മുളക് പൊടി, കായിടണ്ടേ? ഇല്ല. അപ്പൊ ഇതൊന്ന് വേവിച്ചെടുക്കണം അല്ലേ? അതന്നെ ചോന്നത്. കണ്ണൂരിലെല്ലാവർക്കും അറിയും, കാസർഗോഡിലായിരിക്കും അറിയായിരിക്കും അല്ലേ? ബാക്കി തെക്കൻ ജില്ലക്കാർക്കായിരിക്കും ചിലപ്പോ അറിയണ്ട് അല്ലേ? തോര അറിയില്ല അവർക്ക്. എന്നാ പിന്നെ ഇത് അടുപ്പത്ത് നോക്ക്. വളയം വെക്കുന്നുണ്ടാ? അപ്പൊ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ടേ, വെച്ച് കൊടുത്തിട്ടുണ്ട്. തൂര വേവിട്ട് അല്ലേ? അപ്പോൾ നമ്മുടെ മുള്ളമ്മി കുറച്ച് വറ്റിച്ച വെക്കുന്നേ, കുരുമുളക് ചേർത്തിട്ട്. അപ്പോൾ കുരുമുളക് പറിക്കാൻ വന്നതാണ്. കുരുമുളക് ഇതാ മതിയില്ലേ? പൊള്ളാണ് ഇപ്രാവശ്യത്തെ മുളകൊന്നും ഗുണമില്ല. അപ്പൊ തോരയാടുന്ന വേവും വെക്ക്. നമുക്ക് മീനിന്റെ പരിപാടി കൊണ്ട് നോക്കാം. മീൻ പറ്റിച്ചില്ല, വെക്കുന്നു പറ്റിച്ചിട്ടില്ലേ? പറ്റിക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മളെ വെളുത്തുള്ളി ഉണ്ട്, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചക്കുരുമുളക് അത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെ കുറച്ച് കൂടുതലിടാം. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് അരക്കട്ടെ, പേസ്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കുരുമുളക്, കുറച്ച് വെള്ളം വെച്ചിട്ട് മീനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം, പുളിവെള്ളാണേ, പുളിവെള്ളം മുത്തി കലക്കി വയ്ക്കാം, വീശി വയ്ക്കാം അല്ലേ? ഇതുകൊണ്ട് വെച്ച് കൊടുക്കാം. ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. കളർ ഇച്ചിരി കുറവുണ്ട് വെച്ചാൽ പൊടിയിലേതല്ലേ? പുളി മതിയാ? കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിക്കുന്നുണ്ടേ. ഓക്കെ, പാകത്തിന് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തോര എന്തുവാ കൈ ഇടാനാ? തോര ഏകദേശം വന്നിട്ടുണ്ട്. അപ്പൊ ഇനി കായും ചേനയും
കൂടി ഇടുന്നുണ്ട്. തോരക്ക് നല്ല വേവാണ്. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണേ. അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ടേ. വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കായും തോരയും ചേനയെല്ലാം ഒന്ന് പോയിട്ട് തോര വെന്തിന് ഏകദേശം അല്ലേ? തോര വന്ന ശേഷം ഇത് ഇട്ട് കൊടുത്തത് ചെറുങ്ങനെ കൂടെ പോകാനുണ്ട്. അത് ഒന്ന് റെഡി ആയിക്കോളും. അപ്പം എന്തായി നോക്കട്ടെ. കായും ചേനയും വെന്തു. വെന്തു നല്ല വൃത്തി വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടെ വെച്ച് കൊടുക്കാം. ഇതിലൊക്കെ തേങ്ങയും ജീരകവും അല്ലേ? അരപ്പിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പും കൂടെ ഒന്ന് പോകട്ടെ. അപ്പോൾ നമ്മുടെ തോര എരിശ്ശേരി റെഡിയായി. ഇനി ഇതിലേക്ക് നമ്മുടെ അതിലിട് കടുകും കറിവേപ്പിലയും വറുത്തിടണം. ഓക്കെ. തോര എരിശ്ശേരി അല്ലേ? അപ്പോൾ നമ്മുടെ മുള്ളമീനും അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് റെഡി ആവട്ടെ. അപ്പോൾ നമ്മുടെ മുള്ളൻ കറി റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. ഇത് പെട്ടെന്ന് പോകുന്നതല്ലേ? തീ നല്ലോണം കത്തുന്നുണ്ടോ? കുറച്ച് കറിവേപ്പില്ലേ? തീ കുറച്ച്. ഓക്കെ, ഇത് റെഡിയായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചകൊണ്ട് 2 കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മുള്ളമീൻ വറ്റിച്ചതും തുവര എരിശ്ശേരി. പപ്പടാക്കുന്നുണ്ടാ? പപ്പടം കൂടെ ആക്കട്ടെ വേക്കാം. ഇന്ന് ചോറ് വയ്ക്കും. അപ്പോൾ നമ്മുടെ കാമ്പ് ഉപ്പേരിയാക്കാൻ പറ്റിയിട്ടാ അല്ലേ? സമയം കുറച്ച് വൈകിപ്പോയി. പിന്നെ ഏറ്റാക്കാം. എന്നാ പിന്നെ ഇന്നത്തെ ഉച്ചയൂണ് കഴിക്കാം. കാമ്പ് ഉപ്പേരിയാക്കാൻ പറ്റിയിട്ടാച്ചാ. സമയം വൈകിയില്ലേ? ചോറ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ തുവര എരിശ്ശേരി. നടക്ക് മതി. മീൻ മുള്ളമീൻ പറ്റിച്ച് കുറച്ച് ചാറ് കണക്കിനാക്കിനെ. അത് നടുക്ക ഒഴിച്ചു കൊടുക്കുന്നു. ചാറ് ഒഴിച്ചു കൊടുക്ക്. മീനിപ്പോ സൈഡിലല്ലേ ഒഴിക്കണ്ട്. മീൻ അപ്പൊ തറവാട്ടില് മത്തി കറിയാക്കിനെ. കുഞ്ഞിമത്തി അത് ഇടയാക്കി. ചാറാക്കി. ഓക്കെ, കറി ഇഷ്ടം പോലെ. പപ്പടം ഉണ്ട്. അച്ഛൻ എന്തുണ്ട് തോരക്കറി? നല്ല തന്നെയാ. നീ ഇപ്പോഴും ചോറ് കഴിക്കുന്നില്ലേ? ഇല്ല, അത് എപ്പോൾ കുറെ വൈകിട്ട് കഴിക്കല്ലോ കേട്ടാ. ഇവള് ഇത്തായിട്ടൊന്നല്ല, അങ്ങനെ വിചാരിക്കണ്ട. വിശപ്പില്ലല്ലോ. വിശക്കാത്ത ആള് പിന്നെ എങ്ങനെയാ ഇത്തരി. മീൻകറിയോ? മീൻകറി അല്ല തന്നെ. അമ്മേ എന്തുണ്ട് തോരക്കറി? എന്തുണ്ട് കൂട്ടി നോക്കിയാ? അല്ല തന്നെ. മീൻകറിയോ? അതെയാ. നമ്മൾ ഞാനും കഴിക്കാൻ. അച്ഛൻ കാന്താരി കൊണ്ടുവന്നു. അത് ഞാനേ ആദ്യം നമ്മുടെ തുവര എരിശ്ശേരി. രണ്ട് കാന്താരി കൂടെ ഞലക്കുന്നുണ്ടല്ലോ. ചോറും നമ്മുടെ തോരി, കുറച്ച് മത്തിയില്
ചാറും പപ്പടം മുട്ടില്ല. മുള്ളമ്പി മുള്ള ഇങ്ങനെ വെക്കുന്നതല്ലേ സാർ അല്ലേ? മത്തിക്കില്ലാത്തൊന്നുമില്ല. ചോറെടുക്കുക. കറി ടേസ്റ്റ് ദിവസം കുറച്ച് ചോറ് കൂടുതൽ കഴിക്കും. മത്തിക്കറി വേണോ? നമുക്ക് വേണോ? മത്തിക്കറി ആ ചെറിയ പുളിയുണ്ടാവുന്നുണ്ടല്ലോ, തുവരയും ഇതെല്ലാം സംഭവം സൂപ്പർ. മോര് വേണമായിരുന്നു വെച്ചാ, നല്ല മോര്. വറവാക്കാൻ കുറേ സമയം വൈകിയോണ്ട് വറവാക്കിയിട്ടില്ല. താത്തോട്ടോ താത്തോട്ട താത്ത താത്ത അമ്മ താത്ത. ഓക്കെ കഴിക്കട്ടെ.